വീടിനുള്ളിൽ മരിച്ചു കിടക്കുന്നുവെന്ന് നാട്ടുകാർ കരുതിയ മുണ്ടക്കയം സ്വദേശിനി നബീസയെ പ്രേക്ഷകർ എന്തായാലും മറന്നു കാണാൻ വഴിയില്ല. പെരുവന്താനം SI അജേഷിന്റെ സംയോജിതമായ ഇടപെടലിലൂടെ ജീവിതം തിരിച്ചുകിട്ടിയ നബീസയുമ്മ. ഈ 2025 നബീസയ്ക്ക് രണ്ടാം ജന്മമാണ്. 2024 ഡിസംബർ 11 സമയം രാത്രി 7 മണി. പെരുവന്താനം പോലീസ് സ്റ്റേഷനിലേക്ക് നാട്ടുകാരിൽ ഒരാളുടെ ഫോൺ കോൾ. മുണ്ടക്കയം കാനംമലയിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന നബീസ വീടിനുള്ളിൽ മരിച്ചു കിടക്കുന്നുവെന്നായിരുന്നു സന്ദേശം. നിമിഷങ്ങൾക്കുള്ളിൽ പോലീസ് സംഘം വനത്തോട് ചേർന്നുള്ള നബീസയുടെ വീട്ടിലേക്ക് തിരിച്ചു. വഴിമധ്യേ പോലീസ് ജീപ്പിന് മുന്നിലായി കാട്ടാനക്കൂട്ടം നിലയുറപ്പിച്ചു. ഒടുവിൽ നാട്ടുകാരുടെ സഹായത്തോടെ കാട്ടാനക്കൂട്ടത്തെ മറികടന്ന് പോലീസ് സംഘം നബീസയുടെ വീട്ടിലെത്തി. മരിച്ചെന്നുറപ്പിച്ച് പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ തുടങ്ങി. ഇനിയുള്ളത് മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്കുള്ള നബീസയുടെ അത്യപൂർവ ജീവിതകഥ. അവിടെ ചെന്ന് കയറിയപ്പോൾ നമ്മൾ കാണുന്ന മുറിയിൽ വെട്ടമുണ്ട്, ഒരു കതക് തുറന്നു കിടക്കുന്നത്. അതുപോലെ തന്നെ 2-3 ദിവസമായിട്ട് പാചകങ്ങളൊന്നും ചെയ്തായിട്ട് കാണുന്നില്ല. താഴേക്ക് നോക്കുമ്പം കട്ടിലിൻ്റെ അടിയിൽ ഈ ഉമ്മയുടെ 2 കാല് കാണാം. അനക്കമെന്ന് പറഞ്ഞൊരു സാധനമില്ല. മൂത്രം ഒഴിച്ചിട്ട് ആ മൂത്രത്തിൻ്റെ രൂക്ഷമായ സ്മെല്ല്. അപ്പോൾ നമ്മളെ ചെറിയൊരു എന്തോ ഒരു മിന്നായം പോലെ പൾസ്, അങ്ങനെ റെഗുലറായിട്ട് പൾസ് അടിക്കുന്നില്ല, എന്തോ ഒരു അനക്കം പോലെ തോന്നി. ഞാൻ ശരീരത്തിൽ പിടിച്ചു നോക്കിയപ്പോൾ പൾസ് ഉണ്ടെന്ന് തോന്നി. അവിടെ കാണാൻ സാധിച്ചെന്ന് പറഞ്ഞാലും ഒരു പ്രതീക്ഷയില്ലാതെ ഒരാൾ കിടക്കുമ്പോൾ ഈ പ്രതീക്ഷയുടെ കരങ്ങൾ വരുന്നത് പോലെയാണ്. അതിനുശേഷം അവരുടെ ബോഡി റിയാക്ട് ചെയ്ത് തുടങ്ങി. ഞാൻ രക്ഷപ്പെടുമെന്നൊരു തോന്നല ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്കും തോന്നുന്നുണ്ടായിരിക്കും. എന്നാൽ പോലും ബോഡി ഒരേ രീതി തന്നെ കിടക്കുക. ഉടൻ തന്നെ ഞങ്ങൾ നാട്ടുകാർ സഹായത്തോടു കൂടി ഒന്നും തന്നെ ഇവിടെ കൊണ്ടുവന്നു, MMT ആശുപത്രി കൊണ്ടുവന്നു. ആശുപത്രിയിൽ ദിവസങ്ങൾ നീണ്ട ചികിത്സയ്ക്ക് ശേഷം നബീസ കഴിഞ്ഞ ദിവസം വീട്ടിൽ മടങ്ങിയെത്തി. ഓർമ്മകൾ പലതും പൊടി പിടിച്ചു തുടങ്ങി. എനിക്കൊന്നും സംഭവിച്ചായിട്ട് ഓർക്കുന്നില്ല. തലകറങ്ങി വീണു, അതുകൊണ്ട് സംഭവം. താരം വീണു. സൂറ് താണാണോ സൂറ് കൂടിയതാണെന്നൊന്നും അറിയത്തില്ല. താഴെ പോയി. 2024 ഒരു ഡിസംബർ രാത്രിയിൽ നാട്ടുകാർ മരിച്ചെന്നുറപ്പിച്ച നബീസയും 2025 പുഞ്ചിരിച്ചുകൊണ്ട് സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ പറഞ്ഞു. സംഭവിച്ചതെല്ലാം നല്ലതിന്. ഇനി പുതിയ വർഷം, പുതിയ ഓർമ്മകൾ. മുണ്ടക്കയംകാരി നബീസയ്ക്ക് പുതിയ ജീവിതം. കോട്ടയത്ത് നിന്ന് ഷിനോദോസ്റ്റി, മാതൃഭൂമി ന്യൂസ്.